താങ്ക് യു. പാർത്തി എന്തോ എന്തായിരുന്നു ലാസ്റ്റ് ഇടയ്ക്കൊക്കെ ഇത്തിരി ഡാൻസ് കളിക്കായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ പോയിട്ട് സ്റ്റെപ്പ് ഒക്കെ അത് എന്തായിരുന്നു കാണിച്ചേ? അത് ഉസ്താദ് ഇടയ്ക്ക് മറ്റേ നീന്തൽ അത് ഉസ്താദ് കുളത്തിൽ വീണോ? എനിക്കൊരു ഇത് തോന്നിയപ്പോ ഞാൻ ചെയ്തു. ഇതെന്തോ ചേച്ചി ഒരു കൊച്ചു പിള്ളേരുടെ ഒരു കോസ്റ്റ്യൂം ഇട്ടോണ്ട് പോക്കറ്റിന്റെ അകത്ത് വെച്ചോട്. അതിനെന്താ നിനക്കെന്താ? ചേച്ചിക്ക് 10-26 വയസ്സായില്ലേ, എന്നിട്ട് ഈ കുളത്തിലാണോ? അതിനെന്താ 10-26 വയസ്സായെന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടൂടാ? നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ പാടില്ലെന്ന്? നമ്മള് ജഡ്ജ്മെന്റിലേക്ക് കടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായിരിക്കും നല്ലത്. അത് അടിപൊളിയായിരിക്കും അല്ലേ? അല്ലേ അല്ലെ എന്താ ചേട്ടല്ലേ? അടിപൊളിയാണ്, മികച്ച തീരുമാനം. അതെ. ഹരിച്ചേട്ടൻ തന്നെ എന്തായാലും ആദ്യം അങ്ങോട്ട് പറയാടാ, ഞാൻ തന്നെ പറയാം. പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട്. ചേട്ടാ ഞാൻ തുടങ്ങിക്കോട്ടെ. ചേട്ടാ മോനെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. മോനെ ഇതിന്റെ ആലാപൊക്കെ ഒന്ന് പാടാവോ? അത് ഓക്കെ ഓക്കെ. അതെന്തായിരുന്നു? എനിക്ക് ചെറിയൊരു ഉറിത്തണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെറുതായിട്ട് മാക്സിമം ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ പോയത് അതായത് അതല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പാടിക്കോ, പാടി നോക്കിയാ നമുക്കൊന്ന് പാടി നോക്കാം. ഇപ്പോഴും പറ്റിയില്ല. അപ്പൊ അത് ബ്രെത്ത് നമ്മൾ മാനേജ് ചെയ്യണം കേട്ടോ. അപ്പൊ പറ്റും, ചെറിയൊരു സാധനമല്ലേ. കാരണം ഒരുപാട് മോന്റെ ഈ സോങ്ങിൽ ബ്രെത്ത് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് പകുതി വരിയാകുമ്പോഴത്തേക്കും കട്ടാവും. നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? പിന്നെ ഭയ്യാണ് അല്ലേ? പ്യാർ ഭയ്യ. ഇത് ഭയ്യ ഭയ്യ എന്നാ കേൾക്കുന്നത്. ഒന്ന് പാടിക്കത്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. നേരത്തെ അത് മോൻ ഭയ്യ എന്നാ പാടിയ. ഹയ്യാ ഹോ എന്ന് പാടിക്കേ. ഹയ്യാ ഹോ ഭയ്യ പ്യാർ ഭയ്യ മൊഹബത്തി പെണ്ണിനും ചെറുക്കനും കല്യാണം 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 കല്ല് കല്യാണം കല്യാണം. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്, വെരി. പിന്നെ മുത്തുമൊഴിയാണ് പാടിക്കേ. അത് മുത്ത് പോലെ പാടണം. മുത്തുമൊഴി അങ്ങനെയല്ലേ പാടിയിരിക്കുന്ന കുറച്ച്. മുത്തുമൊഴിയാണ് മുല്ല മലരാണ് കണ്ണ് കടൽ. അവിടേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. മുത്തുമൊഴിയാണ് മുല്ല നരരാന കണ്ണ് തരനാന താന നനന താന തനനാന താന നനനാന. മനസ്സിലായി? ആ ക്യൂട്ടായിട്ട് ആ എക്സ്പ്രഷൻ ഇങ്ങനെ ഉൾക്കൊണ്ടെന്ന് പാടിക്കേ. മുത്തുമൊഴിയാണ് മുല്ല മലരാണ് കണ്ണ് കടലാണ് കൽബിലലിവാണ് കൊഞ്ചിക്കുഴയുമ്പ പുഞ്ചിരി അഴകാണ്. ഇതൊക്കെ ശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, മനസ്സിലായോ? ബ്രത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ കട്ടാവുന്നുണ്ട്, അത് ആ ടെമ്പോയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അതൊക്കെ മോനെ പ്രായം ഇതാണെന്ന് അറിയാം, പക്ഷെ ഇറ്റ്സ് എ കോമ്പറ്റീഷൻ അല്ലേ? എല്ലാവർക്കും ഉള്ള പോലെ അല്ലേ നമുക്ക് മോനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂ. അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് സെറ്റാക്കണമായിരുന്നു. മാരനിവനാണ് സെയിം ചരണമെന്ന് പാടിക്കേ. മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കെസ്സി നിശലാണ്. അത്രയും ശ്വാസം ഒന്നും എടുക്കാനുള്ള ഗ്യാപ്പില്ല നമുക്ക്. ആ ടെമ്പോ ഒന്നിട്ട് കൊടുത്ത അവന്. 1 2 3 4 പാടിക്കേ. 1 2 3 4. മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കെസ്സി നിശലാണ് വാനിലുയരുന്ന റംസാൻ പിറയാണ്. ഒന്നുകൂടി. മാരനിവനാണ് മനസ്സ് മയിലാണ് ചുണ്ടിൽ ഗസലാണ് കെസ്സി നിശലാണ് വാനിലുയരുന്ന അവിടെ ബ്രത്ത് പോകുന്ന കണ്ടോ? അപ്പൊ മൊത്തത്തിൽ ആ താളമൊക്കെ പോകുന്നുണ്ട് അവിടെ. അതൊരു രസമായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ കൊണ്ടുപോകണം. നമ്മളൊരു ഇത് ശ്വാസം മുട്ടുന്ന പോലെ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് മാര തനനാന താന തനനാന താന തനനാര താരരരേ താരതരരാര താരരരരേ. ഒരു ഒഴുക്ക്, ആ ഒഴുക്കാണ് വേണ്ടത്. അതായിരുന്നു മോൻ്റെ പാട്ടിൽ ഇന്ന് മിസ് ചെയ്തത്. മൊത്തത്തിൽ ബ്രത്ത് ഇങ്ങനെ കട്ടാകുമ്പോഴത്തേക്ക് ആ പാട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ആവായിരുന്നു. ഒരു പെർഫോമൻസ് റൗണ്ട് അല്ലേ,
എനിവേ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു ഓൾ സർ. ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക പാർത്തിട്ടാ എന്തോ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ഷാനിക്ക. എനിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിയത് ബ്രെത്ത് ആണ്. അല്ലെങ്കിൽ പിന്നെ വേറെ പാട്ട് സെലക്ട് ചെയ്യണമായിരുന്നു പാർത്തി. എത്രയോ സെലിബ്രേഷൻ സോങ്സ് ഇല്ലേ ഇത്. കാരണം ഇത് വളരെ ഈ ടെമ്പോയിൽ കൃത്യമായിട്ട്, ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെലിബ്രേഷൻ സോങ്സും കൃത്യം ലോക്കിൽ വീഴണം. ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ അതൊരു സെലിബ്രേഷൻ കുറച്ചൊന്ന് കുറയും. കാരണം ബ്രെത്ത് എടുക്കുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പാർത്തി ബ്രെത്ത് എടുക്കണേ. പറയുന്നത് മനസ്സിലായോ? അത് നേരത്തെ അത് പ്ലാൻ ചെയ്യണം. അത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്ന് അത് ചിലപ്പോൾ ലിറിക്ക് എഴുതുന്ന സ്ഥലത്ത് തന്നെ പാടി നോക്കുമ്പോഴും ഒക്കെ ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് മുന്നേ എവിടെ ഇത് അല്ലെങ്കിൽ ബ്രെത്ത് എടുക്കുന്ന സ്ഥലം ഇതാണ്, അത് പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ എവിടെ ബ്രെത്ത് എടുക്കാം, മാർക്ക് ചെയ്ത് പോവാം. പുരിഞ്ചതാ കൊച്ചിന് പൊറിഞ്ചു. കുറച്ച് ഓവർ ബ്രെത്ത് അത് അറിയുന്നുണ്ടോടാ, നീ ബ്രെത്ത് എടുക്കുന്നത് അറിയുന്നുണ്ട് ആൾക്കാർ, നമ്മളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇടയ്ക്ക്. അത് നമുക്ക് ഇപ്പോഴേ മാറ്റി കഴിഞ്ഞാൽ രസമായിരിക്കും. ഇപ്പോഴേ മാറ്റാൻ തുടങ്ങണം കേട്ടോ. പാർത്തിന് പറ്റും അത്. ബ്രെത്ത് എക്സസൈസസ് ഉണ്ട് നമുക്ക്. ഇതുണ്ടല്ലോ, അത് ബ്രെത്ത് എക്സസൈസസ് ഉണ്ട്, യൂട്യൂബിൽ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിപ്പോ മനസ്സിലായി ഈ പ്രോബ്ലത്തിന് പറ്റിയ ഒരു സാധനമുണ്ട്, യോഗ. കറക്റ്റ്, വെരി ഗുഡ്. അത്രേ ഉള്ളൂ. പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അടുത്ത തവണ ബ്രെത്ത് എവിടെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്ത് മാർക്ക് ചെയ്ത് അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് പാടാം. ദിസ് വാസ് ഗുഡ്, അത്രേ പറയാൻ പറ്റും കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. പാർത്ഥിവ്, എന്തോ മക്കളെ നല്ല രസമുള്ള പാട്ട്, നല്ല ഓളമുള്ള നമ്മുടെ അണ്ണാച്ചി പാടി കീറി പറിച്ചു വെച്ചേക്കുന്നൊരു പാട്ട്. മോനെ നന്നായിട്ട് തന്നെ പാടി. പക്ഷേ ഈ നമുക്ക് ആ ബ്രെത്താണ് മോനെ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടിരുന്നത്. കാര്യം എല്ലാത്തിനും ഇടയ്ക്ക് വലിച്ചിട്ട് കുഞ്ഞിനെ വയ്യാതാനും പാവം. അപ്പോൾ ഒരു കുറ്റമല്ല അത്, മക്കളത് ശരിയായിക്കോളാം. പിന്നെ താളം കേട്ടോ, നമ്മൾ താളത്തിൽ നിന്ന് ഓടിയോ വലിയോ ഒന്നും ചെയ്യരുത്. ഇമാതിരിയുള്ള പാട്ടാകുമ്പോൾ വളരെ കൃത്യമായിട്ട് നിൽക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ചോദിക്കാം. ഷാനിക്ക. 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 7.5. താങ്ക് യു സർ. ശരത് സർ ഇട്ടു. സോ ടോട്ടൽ 15.5 മാർക്സ്. സൂപ്പർ.